ഹായ് ബ്യൂട്ടിഫുൾ ഹാർട്ട്സ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. ഫ്ലെമിംഗോ എന്ന് പറയുന്ന റെസ്റ്റോറൻ്റാണ് തൃശ്ശൂരിലെ റെസ്റ്റോറൻ്റാണ്. ഏഷ്യൻ ഫുഡ്സാണ് അവിടെ സെർവ് ചെയ്യുന്നത്. അപ്പം ഞാൻ കോട്ടയം പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ തോംസൺ ക്യാഷ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് ആദ്യം കയറിയത്. അപ്പോൾ അവിടെ കുറച്ച് തിരക്കായിട്ട് അരമണിക്കൂറോളം എടുക്കും എന്ന് പറഞ്ഞ് അവിടെ ഒരു ഫംഗ്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കളക്ടറിൻ്റെ ആണെന്ന് തോന്നുന്നു ഒരു ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ പേര് ഭക്ഷണം കഴിക്കാനായിട്ട് ക്യൂവിലായിരുന്നു. അപ്പം അവരോട് പറഞ്ഞു ഒരു അരമണിക്കൂർ ഡിലേ ഉണ്ടാവും. അപ്പം ഞങ്ങളാൾ ഓൾറെഡി 2 മണിയായി, ഇനി ഡിലേ ആകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അവിടുന്ന് പോയിട്ട് നേരെ ഈ സൈലസ് മോളിലാണ് ഈ ഫ്ലെമിംഗോ റെസ്റ്റോറൻറ്റ് ഉള്ളത്. അപ്പം ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വട്ടം അവിടെ പോയിട്ടുള്ളതാണ്. ജസ്റ്റ് പോയി. അപ്പം അവരുടെ ടൈമിങ് റോങ് ആയതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ബുഫറ്റിൻ്റെ ടൈമിങ് ഞങ്ങൾ ചെന്നത് കുറച്ച് നേരത്തെ ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു ഒരു പ്രാവശ്യം. ഇപ്രാവശ്യം ഞാൻ ഫാമിലി ആയിട്ട് പോയി റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തു. അപ്പം അവർ 2 ചട്ടിച്ചോറ് ഓർഡർ ചെയ്തു. ഞാൻ ഒരു കൊറിയൻ ഡിഷാണെന്ന് തോന്നുന്നു അത് ഓർഡർ ചെയ്തു. പ്ലസ് ഒരു ഷ്രിമ്പ് ഡൈനാമൈറ്റ് ഓർഡർ ചെയ്തു. പിന്നെ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു മോക്ടെയിൽ സ്പൈസി ഈ സാധനം ഓർഡർ ചെയ്തു. അതുകൂടാതെ ഒരു ഓറഞ്ച് ജ്യൂസും ഒരു ലെമൺ ജ്യൂസും ഓർഡർ ചെയ്തു. ഇത്രയാണ് ഓർഡർ ചെയ്തത്. അപ്പം ഫസ്റ്റ് നമുക്ക് ഷ്രിമ്പ് ഡൈനാമൈറ്റ് വന്നു. അതൊരു ആവറേജ് ആണ്, എന്നാലും വലിയ കുഴപ്പമില്ലായിരുന്നു, മോശം എന്ന് പറയാനില്ല. അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഡിഷ് വന്നു. അത് കഴിഞ്ഞിട്ട് ഈ ചട്ടിച്ചോറ് വന്നു. ഈ ചട്ടിച്ചോറ് വന്നു കഴിഞ്ഞപ്പം സംഭവിച്ചൊരു കാര്യം, ഒന്ന് അരി എന്ന് പറയുന്ന സാധനം ഭയങ്കരമായിട്ട് വെന്ത് പായസം പോലെ ആയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ അതിൻ്റെ കാച്ചിമോര് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാച്ചിമോരിൽ നിന്നൊരു മണം കേട്ടോ വന്നിട്ട്, കേടായ ഒരു മണം വന്നു കഴിഞ്ഞാൽ തന്നെ അത് ടേസ്റ്റ് ചെയ്യാൻ തോന്നില്ല. എന്നിട്ടും അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഒരു കേടായ ഒരു സ്മെല്ല് വന്നു. ഇവർ 2 പേരും അത് കഴിക്കാതെ അത് വേണ്ട എന്ന് പറഞ്ഞ് അവിടുന്ന് ജ്യൂസ് മാത്രം കഴിച്ചു. എനിക്ക് ഓർഡർ ചെയ്ത കൊറിയൻ ഡിഷാണെന്ന് തോന്നുന്നു. ഒരു ചിക്കൻ വിത്ത് റൈസാണ് അത് എനിക്ക് വലിയൊരു കുഴപ്പം തോന്നിയില്ല. ഒരു ആവറേജായിട്ട് ഒരു ആവറേജ്, ഭയങ്കര അടിപൊളി എന്നല്ല, ഒരു ആവറേജ്, എന്നാലും കുഴപ്പമില്ലായിരുന്നു. എനിക്കത് മോശമായിട്ട് തോന്നിയില്ല. അപ്പം അത് കഴിച്ചു. അത് കഴിച്ചപ്പോൾ ഞങ്ങൾ ഈ റിസപ്ഷനിൽ ഒരു ലേഡി ഉണ്ടായിരുന്നു. ആ ലേഡീനോട് പറഞ്ഞു, ഈ ചട്ടിച്ചോറ് ഭയങ്കര സ്മെല്ല് വന്നിട്ടുണ്ട്, ഭയങ്കര മോശമാണ്, ഇത് കഴിക്കാൻ പറ്റുന്നില്ല എന്ന് ഈ ലേഡീനോട് ഞങ്ങൾ പറഞ്ഞു. അപ്പം ഈ ലേഡി കാണിച്ചൊരു ആറ്റിറ്റ്യൂഡ് എന്താ അറിയോ, ഞങ്ങളത് ഇൻഫോം ചെയ്തേക്കാം, എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല, ഞങ്ങളത് ഇൻഫോം ചെയ്തേക്കാന്ന് പറഞ്ഞിട്ട് ഒരു മോശം നോട്ടമാണ് നമ്മളെ നോക്കുന്നത്. ഇങ്ങനെയാണ് ഒരു ഹോസ്പിറ്റാലിറ്റി ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ്, ഇത്രയും ഫെമിലിയർ ആയ ഒരു റെസ്റ്റോറൻ്റ് എന്ന് പറയുന്നു. കാരണം നമ്മൾ ഇപ്പോൾ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 5 സ്റ്റാറോളം ഒരു റേറ്റിംഗ് ഉള്ളൊരു ഒരു റെസ്റ്റോറൻ്റാണ്. ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. എന്താണ് അവർ ഇൻഫോം ചെയ്യാമെന്നല്ലാതെ ഒരു അപ്പോളജൈസ് ചോദിക്കാനുള്ള ഒരു മര്യാദ പോലും അവർ കാണിച്ചില്ല. ബില്ലിൽ 1 രൂപ അവർ കുറച്ചിട്ടില്ല. ഞങ്ങൾ 3 പേര് കഴിച്ചപ്പോൾ ഏതാണ്ട് 2000 റുപ്പീസോളം ബില്ല് വന്നു. 2000-ൻ്റെ മേലെ എമൗണ്ട് വന്നു. ഒരു അപ്പോളജൈസ് ചോദിക്കാനുള്ള ഒരു സോറി എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്യാനുള്ള ഒരു മര്യാദ പോലും അവർ കാണിച്ചില്ല. ഹോസ്പിറ്റാലിറ്റിയിൽ ഞാൻ പറയും 0 എന്ന് തന്നെ പറയും. പക്ഷെ അതിൽ ഒരു ചെറിയൊരു വേണേൽ നമുക്കൊരു 10% കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെർവ് ചെയ്ത മേ ബി ഒരു ഹിന്ദിക്കാരനാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ നോർത്തിൽ നിന്നുള്ള ആൾ. പുള്ളിക്കാരൻ നല്ല നൈസായിട്ട് ആ സാധനം കൊണ്ട് ഓർഡറും എടുത്തു, അത് സെർവും ചെയ്തു. ആ പാട്ട് ഓക്കെയാണ്. പക്ഷെ ഈ ലേഡി ഇത് പറഞ്ഞപ്പോൾ ഉള്ള ഒരു പ്രതികരണം ഉണ്ടല്ലോ, പക്ക മോശമായിരുന്നു. ഇങ്ങനെ തന്നെ പറയാം, പക്ക മോശമായിട്ടുള്ള ഒരു പെരുമാറ്റം. എന്നിട്ട്
₹1 അതിൽ കുറച്ച് തരുമോ, അല്ലെങ്കിൽ ഞങ്ങൾ മാനേജറെ വിളിക്കാം എന്ന് പറയാനുള്ള ഒരു മര്യാദ പോലും കാണിച്ചില്ല. ഞങ്ങൾ ബില്ല് കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നിട്ട് അവർ വേറെ ഒരു സ്ഥലത്ത് പോയിട്ട് അവർ തൽക്കാലത്തേക്ക് ഫുഡ് കഴിച്ചു. ഇന്നൊന്ന് ആലോചിച്ച് നോക്കി, 5 സ്റ്റാർ റേറ്റിംഗ് നമ്മൾ ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് ഇൻ തൃശ്ശൂർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം പൊങ്ങി വരുന്ന ഹോട്ടലുകളിലൊന്ന് 5 സ്റ്റാർ റേറ്റിംഗ്. അവസ്ഥ ഇതാണെങ്കിൽ എനിക്കറിയില്ല എന്ത് കാരണത്താലാണ് ഇവർക്ക് 5 സ്റ്റാർ കൊടുത്തത്, എനിക്കിപ്പോഴും അറിയത്തില്ല. പിന്നെ അത്രയും വേസ്റ്റ് ആയിട്ടുള്ള ഒരു ചട്ടിച്ചോറ് ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല, കഴിച്ചിട്ടും ഉണ്ടാവില്ല. അപ്പം പിന്നെ ഇങ്ങനെ ഒരു ഇത്. അതുകൂടാതെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു മോക്ടെയിൽ കൊണ്ടുവന്നു. പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ടേസ്റ്റും അതിൻ്റെ അകത്ത് കിട്ടിയില്ല. ഓറഞ്ച് ജ്യൂസും അത്ര വലിയൊരു നല്ലൊരു ഇതായിരുന്നില്ല. ലെമൺ ജ്യൂസ് ഓക്കെ ആയിരുന്നു. ഇങ്ങനെയാണ് അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും റേറ്റിംഗ് ഉള്ള ഒരു ഹോട്ടൽ നല്ല റിവ്യൂസ് അല്ലാതെ ഞാൻ അതിൻ്റെ അകത്ത് കണ്ടിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് തൃശ്ശൂരിലുള്ള, പുള്ളിക്കാരനോട് ഞാൻ പറഞ്ഞു വളരെ മോശമായിരുന്നു അവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇപ്പം അവിടുത്തെ അവസ്ഥ വളരെ മോശമാണ്, ഭയങ്കര ബാഡായിട്ടുള്ള റിവ്യൂസാണ്. പക്ഷെ ഞാൻ നെറ്റിലെടുത്ത് നോക്കി കഴിയുമ്പം ഈ നമ്മുടെ റിവ്യൂസിലൊന്നും അങ്ങനെ ഒരു ബാഡ് ഇത് കണ്ടില്ല. ഒരെണ്ണം കണ്ട് എനിക്ക് ഒന്ന് കണ്ട പോലെ തോന്നി. വേറൊന്നും ഒരു 99% നല്ല റിവ്യൂസാണ് കണ്ടേക്കുന്നത്. ഇത്രയും മോശമായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഞങ്ങൾ ചെന്നപ്പോഴത്തെ അത്രയും പീക്ക് സ്റ്റേജ് ചെന്നിട്ട് പോലും ആകെ ഒരൊറ്റ കസ്റ്റമർ അവർക്കുണ്ടായിരുന്നത്. എങ്ങനെ അവർക്ക് കസ്റ്റമർ ഉണ്ടാവും, ഇതേപോലെയാണ് ഡീലിങ് എന്നുള്ളത്. നിങ്ങൾക്ക് ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് എന്തെങ്കിലും മോശമായിട്ടൊരു അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.